നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാറേ, ഇതെവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വെക്കാമോ? എന്താ അതില് വിലപിടിപ്പുള്ള വല്ലതും ആണോ? അല്ല, വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒന്നാ. പവിത്രമായി സൂക്ഷിക്കേണ്ട ചില പൂജാ സാധനങ്ങളാ. അത് അമ്മയുടെ കൈ കൊടുക്കാൻ അല്ല, അത് അർഹതപ്പെട്ട കയ്യിൽ കൊടുക്കാനുള്ളതാ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം അത് ചെയ്യാൻ. അത് ഈ മരുന്ന് മണക്കുന്ന മുറിയിൽ വയ്ക്കേണ്ടെന്ന് കരുതി, അതാ. അമലിനെ വിശ്വസിച്ച് ഇത് വാങ്ങുക. പവിത്രമായ പൂജാ സാധനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു നോക്കുന്നുമില്ല. ദേവികെ, ഇത് നമ്മുടെ സ്റ്റോർ റൂമിൽ എവിടെയെങ്കിലും വെച്ചേക്ക്. അമലിനെ നമ്മൾ വിശ്വസിക്കുന്നു. എക്സ്ക്യൂസ് മീ. യെസ്, ഇരിക്കൂ. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാ. യെസ് മാഡം, ചോദിച്ചോളൂ. അത് നമ്മുടെ ഹോസ്പിറ്റലില് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി നടത്താറുണ്ടല്ലോ. യെസ് ഉണ്ട്. അതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാ? സർക്കാരിന്റെ വെബ്സൈറ്റായ മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് മുൻഗണന. അവർക്ക് മാച്ച് ആവുന്നില്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരെ പരിഗണിക്കും. എമർജൻസി റിക്വയർമെന്റ് അനുസരിച്ചിട്ടായിരിക്കും അത് തീരുമാനിക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലില് അടുത്തിടെ നടന്ന ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഡീറ്റെയിൽസ് എനിക്കും തരാവോ? സോറി മാഡം, മാനേജ്മെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, പേഷ്യന്റിന്റെ വിവരങ്ങൾ അവരുടെ സമ്മതമില്ലാതെ നമുക്ക് പുറത്തു പറയാനും പറ്റില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ആ, ഞാൻ ചുമ്മാ ഒന്ന് അറിയാനായിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ആ ശരി മാഡം. കേട്ടപ്പോ ഞാനങ്ങ് ഞെട്ടിപ്പോയി മാഡം. സുനിത കാര്യം പറഞ്ഞാ ഞാനിവിടെ ഞെട്ടായിരുന്നു. കാര്യം കേൾക്കുമ്പോ മാഡത്തിന്റെ മുഖത്ത് ചിരി കാണില്ല. സുനിത പറയും. ദേവിക മാഡം കൂടുതൽ കാര്യങ്ങളിൽ ഇടപെട്ടു തുടങ്ങി.
എന്ത് കാര്യങ്ങളിൽ? മാഡത്തിന്റെ വിങ്ങിലെ ജോഡിയാ ഇതിപ്പോ എന്നോട് പറഞ്ഞത്. മാഡത്തിനെ വിളിച്ചിട്ട് ഫോൺ കിട്ടാത്തോണ്ടാ എന്നെ വിളിച്ചത്. എന്റെ സുനിത ആമുഖം മതി. കാര്യം പറ. അവൾ എന്ത് ചെയ്തു ആ ദേവിക? അവളുടെ ഇന്നത്തെ ചുറ്റിത്തിരിയലും ഇൻസ്പെക്ഷനും ഒക്കെ P&A ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അവിടെയോ? അവിടെ അവൾക്ക് എന്താ കാര്യം? അത് എന്നോടല്ല മാഡം ചോദിക്കേണ്ടത്, അവളോടാ. അവൾക്ക് അവിടെ നടക്കുന്ന മേജർ സർജറീസിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന്, പ്രത്യേകിച്ച് അവയവമാറ്റ ശസ്ത്രക്രിയകളുടെ. ഇത്രയുമേ ജോഡി എന്നോട് പറഞ്ഞുള്ളൂ. മാഡത്തിനോട് വിശദമായി പറയുമായിരിക്കും. ആദ്യം ഞാൻ ജോബി ഒന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി. മാഡം, ഇതൊരു അപകടം പിടിച്ച കളിയാ. ഈ കൊള്ളി കൊണ്ട് അവൾ ഉന്നം വയ്ക്കുന്നത് മാഡത്തിന്റെ തലയ്ക്ക് നേരെയാ, എന്ന് വെച്ചാൽ ഈ സ്ഥാപനത്തിന് നേരെ. ഇത് അവളുടെ പ്രതികാരമാണ്. അവളുടെ ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആശുപത്രിയോടുള്ള പ്രതികാരം. ദുശ്ശാസനന്റെ ചോര പുരണ്ട കൈകൊണ്ട് മാത്രമേ അഴിച്ചിട്ട മുടിയിന് മാടിക്കെട്ടു എന്ന് ശപഥം ചെയ്ത് ദ്രൗപദിയെ പോലെ അവൾ നിൽക്കുക. അവൾ ഈ ആശുപത്രിക്ക് താഴിടും. ഡോക്ടർ നിരഞ്ജന്റെ ബലത്തിലാ അവളുടെ കളി മുഴുവൻ. പരമശിവന്റെ കഴുത്തിൽ ചുറ്റിക്കിടക്കുമ്പോൾ ഏത് നീർക്കോലിക്കും ഗരുഡനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം കാണുമല്ലോ. സ്വാമി അതിന്റെ സ്കെച്ചും പ്ലാനും തയ്യാറാക്കുക. എസ്റ്റിമേറ്റ് ഇട്ട് കൊണ്ടുവാ. എന്നിട്ട് വേണ്ടേ ഏതെങ്കിലും ബാങ്കിനെ അപ്രോച്ച് ചെയ്യാൻ. ശരി. എന്തോ ഒരു ക്രാഷ് ലാൻഡിംഗ്. ഇവിടെ സ്വന്തം സ്കെച്ചും പ്ലാനും തയ്യാറാക്കുന്നതിനിടെ സ്വന്തം പ്രിയപ്പെട്ടവൾ ഈ ഹോസ്പിറ്റലിന് സ്കെച്ച് ചെയ്യുന്നതിനെ പറ്റി അറിയുന്നുണ്ടോ? അവളുടെ പ്ലാൻ എന്താന്ന് പിടിയുണ്ടോ? പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞാൽ കൃത്യമായ മറുപടി തരാം. ഫാർമസിയുടെ മേൽനോട്ടക്കാരിയായി നിയമിച്ച ദേവിക മാഡം ഇപ്പൊ P&Aയിൽ ഇടപെടുക. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വിങ്ങില് അവൾക്ക് എന്താ കാര്യം? P&Aയിൽ ഇടപെടുന്നു? എന്ത് കാര്യത്തിന് ഇടപെട്ടു? അത് നിങ്ങളുടെ അറിവോടെയാണോ എന്നാ എനിക്ക് അറിയേണ്ടത്. നിലവിലറിവില്ല. അവൾക്കിവിടെ അടുത്ത കാലത്ത് നടന്ന അവയവമാറ്റ ശസ്ത്രക്രിയകളുടെ തീയതി ഒന്ന് കിട്ടിയാ കൊള്ളാന്ന്. ഡോണർ ആരാണ്, റെസിപ്പിയന്റ് ആരാണ് എന്നൊക്കെ അറിഞ്ഞാ കൊള്ളാന്ന്. സഞ്ജീവനി പദ്ധതിയിൽ ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുടെ പേര് വിവരം കൂടി കിട്ടിയാൽ നല്ലതാണെന്ന്. ഈ ആശുപത്രി പൂട്ടിയിട്ട് രണ്ടുപേരും കൂടി ക്ലിനിക്ക് നടത്താനുള്ള പദ്ധതിയാവുമല്ലേ? ഇപ്പൊ മനസ്സിലായോ ഇവിടെ നടന്ന റെയ്ഡിന്റെ പിന്നിലെ രഹസ്യം? ഇത് ഞാൻ ദേവികയോട് ചോദിക്കാം. എന്ത് കൗതുകത്തിന്റെ പേരിലായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറയാം. പോരെ? ഇടപെടാതിരുന്നാ അവൾക്ക് നല്ലത്. കൗതുകം കൂടിയാലേ അടിച്ച് കാരണം ഞാൻ പുകയ്ക്കൂന്നൂടി പറഞ്ഞേക്ക്. എന്തായിരുന്നു ഇന്ന് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു എൻക്വയറി? അത് ഡോക്ടർ, അത് ഞാൻ എന്റെ ഹൃദയം ഇടിക്കുന്നത് മറ്റൊരു ഹൃദയത്തെ പറ്റി ഓർത്തോണ്ടല്ലേ ഡോക്ടർ. അതുകൊണ്ട് എന്റെ ഒരു ഈഗർനെസ് കൊണ്ട് ഒന്ന് രണ്ട് കാര്യം ഞാൻ തിരക്കി, അത്രേ ഉള്ളൂ. ഓ, സുധിയുടെ ഹൃദയത്തെ പറ്റി അറിയാനല്ലേ? അത് ആരുടെ ഉള്ളിലാ മിടിക്കുന്നെന്ന് അറിയാൻ എനിക്കൊരാഗ്രഹം കാണില്ലേ ഡോക്ടർ? ഡോക്ടറാണെങ്കിൽ അത് പറയുന്നുമില്ല. ഞാൻ പറയും അതിൻ്റെതായ സമയത്ത്. ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിലും ദേവിക അതറിയും. സുധി വന്ന് പറഞ്ഞോളൂ. ഡോക്ടർ പറഞ്ഞാ മതി. ഇനിയിപ്പോ ഞാനായിട്ടൊരു അന്വേഷണത്തിനും ഇല്ല. അക്ഷര മാഡം ഇതിപ്പോ ഒരു വലിയ ഇഷ്യൂ ആക്കിന്നൊക്കെ എനിക്കിപ്പോ മനസ്സിലായി.
അതുകൊണ്ടാണല്ലോ ഡോക്ടർ ഇപ്പൊ എന്നോട് ചോദിച്ചത്. സുധിയേട്ടന്റെ ഹൃദയം സ്വീകരിച്ചത് ആരാണെന്ന് അറിഞ്ഞിട്ട് എന്താ കാര്യം ഡോക്ടർ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും. വേറൊന്നിനും അല്ല ഡോക്ടർ, എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം നിറഞ്ഞിരുന്ന ആ ഹൃദയം ഇപ്പോ ആരെയാണ് മുന്നോട്ട് നയിക്കുന്നതെന്ന് അറിയാനൊരാഗ്രഹം.